നേരിട്ട് കണ്ട് സംസാരിക്കും. അപ്പൊ ചായ ആക്കിയതാന്ന് പറയാം. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ കുറേ ദിവസമായില്ല എൻ്റെ പുരക്കുന്ന് ഒരു ഫുൾ ഡേ വ്ളോഗെല്ലാം ഷെയർ ആക്കിയിട്ട്. എപ്പോഴും പറയുന്ന പോലെ എന്തെല്ലോ തിരക്കായിപ്പോയി. പക്ഷെ ഞങ്ങൾക്കത് നല്ലോണം മിസ് ചെയ്യുന്നുണ്ടേനു. ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് മനസ്സിലായിന്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്യാനില്ലേ ഭയങ്കര ഒരു തിരക്കേന്. ഇന്ന് ഞാൻ നമ്മളെ കത്തലിൻ്റെ ടൈം തൊട്ടിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ. ഇന്ന് കല്ലുമ്മക്കായാണ്. കല്ലുമ്മക്കായ കൊണ്ട് നല്ല വരട്ടിയ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ മുളകിട്ടേന്ന് പറയില്ലേ അത്. പക്ഷെങ്കിൽ ഇന്ന് കല്ലുമ്മക്കായ മാത്രമല്ല, മുരു ഉണ്ട്. ഇനി മുരുന്ന് നമ്മളെ കണ്ണൂർ എന്ന പേര് പറയാൻ നമുക്കറിയില്ല. കാര്യം ഞാൻ എൻ്റെ പേർക്ക് ഇതുവരെ വാങ്ങിയിട്ടില്ല. പക്ഷെങ്കിൽ ഈ കോഴിക്കോടും ആ ഒരു ഭാഗത്തോട്ടെല്ലുള്ളവർ ഇതിന് മുരു എന്നാണ് പറയാമെന്ന് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ അതിൻ്റെ പേര് അങ്ങനെ പറഞ്ഞത്. ഓയിസ്റ്റർ ആണ് കേട്ടോ, ശരിക്കും ഇംഗ്ലീഷിൽ ഓയിസ്റ്റർ എന്നാണ് പറയുക. അപ്പോൾ ഇല്ലേ, ഇത് നമ്മൾ തലേ ദിവസം നമ്മൾ കണ്ണൂർ പോയിരുന്നു. ഞാനും ഇക്കയും കണ്ണൂർ പോയ സമയത്ത് സിറ്റിയില്ലേ, കണ്ണൂർ സിറ്റിയിൽ എപ്പോഴും കല്ലുമ്മക്കായ കിട്ടുന്നൊരു സ്റ്റാളില്ലേ, അവിടെ നിന്ന് വാങ്ങിയതാണ്. പെപ്പർ ഇടുന്നത് അടിപൊളി. അതിനേക്കാളെല്ലാം ബെറ്റർ സാധനം. ഇപ്പൊ പൊളിച്ചിട്ടതാണ്. കല്ലുമ്മക്കായ കാലാവസ്ഥ കിട്ടാനില്ലല്ലോ. ഇത് തലശ്ശേരി നോക്കിയതോ പറിക്കുന്നല്ലേ? കടലിനാ വളർത്തല്ലോ. വളർത്തിപ്പോ എന്റെ അടുത്ത് എവിടെ ഉണ്ടാവില്ല. നമ്മളിപ്രാവശ്യം വന്നിട്ടില്ലേ കല്ലുമ്മക്കായൻ്റെ ഇങ്ങനെ ഇറച്ചിയായിട്ട് സെപ്പറേറ്റ് വാങ്ങിയിട്ടില്ലേ. ഇതിന് കിലോ 1000 ആണ് റേറ്റ് അവർ പറഞ്ഞ. കല്ലുമ്മക്കായ്ക്ക് നമ്മൾ 1/2 കിലോ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഓയിസ്റ്ററിന് കിലോ 600. കല്ലുമ്മക്കായതിനേക്കാളും റേറ്റ് കുറവ് ഓയിസ്റ്ററിനാണ്. അപ്പോൾ നമ്മൾ രണ്ടും 1/2 കിലോ വെച്ചിട്ട് വാങ്ങിയതാണ്. എനിക്ക് ഇത് കല്ലുമ്മക്കായ കറി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ക്ലീൻ ആക്കാനൊന്നും ഇല്ലേ. ഞാനിപ്പോൾ ഇഷ്ടമാണ് സ്പെഷ്യലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ വ്ളോഗ് കാണുന്നവർക്കെല്ലാം മനസ്സിലാവും. പക്ഷെങ്കിൽ ഇതിന് ഒന്നും ക്ലീൻ ആക്കാനില്ല. അവർ ഭയങ്കര ക്ലീനാക്കി എന്ന് പറഞ്ഞാൽ കഴുകിയിട്ടില്ല, ഇതിൻ്റെ ഉള്ളിലെ വേസ്റ്റെല്ലാം കളഞ്ഞിട്ട് അങ്ങനെ തന്നതാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ പുരക്കേക്ക് ഓയിസ്റ്റർ വാങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ തായ്ലൻഡിൽ പോയരം കഴിച്ചിട്ട് ഞാനൊരു വീഡിയോ ഷെയർ ആക്കിയിട്ടില്ലേ. പക്ഷെ അത് നല്ലോണം കുക്ക് ചെയ്തിട്ട് ഫ്രൈ ചെയ്താലെല്ലാം ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്ന കേട്ടിനെ. ഈ കല്ലുമ്മക്കായില്ലേ, ഇത് സെപ്പറേറ്റ് വെളിച്ചെണ്ണയിൽ വാട്ടൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. തക്കാളിയും പിന്നെ കുറച്ച് ഉള്ളിയും, കൂടുതൽ തക്കാളിയാണ് വേണ്ട, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾ പൊടി, മുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും വേണ്ട. ചില ഐറ്റംസില്ലേ, പ്രത്യേകിച്ച് സീ ഫുഡ് നമ്മൾ കുറേ മസാലയിലിട്ട് കുറേ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടിയിടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറയുക ചെയ്യുക. സീ ഫുഡെല്ലാം അതിൻ്റെതായ ടേസ്റ്റിൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവാം. പിന്നെ ഇതിൽ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങ് വേവിക്കാൻ വെച്ചാൽ മതി. ഈ തക്കാളി ഉള്ളിയൊന്നും വല്ലാണ്ട് അങ്ങ് ഉടയണമെന്നൊന്നുമില്ല, അതല്ലാണ്ട് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇപ്രാവശ്യം വന്നിട്ട് അങ്ങനെ പുറക്കുന്നുള്ള വ്ളോഗൊന്നും അധികം ഷെയർ ആക്കാത്തതുകൊണ്ട് നിങ്ങളിത് കാണലും കുറവായിരിക്കുമല്ലേ, കല്ലുമ്മക്കായ് കണ്ടതും കുറവായിരിക്കുമല്ലേ. പക്ഷെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങലും ഉണ്ടാക്കലും എല്ലാം ഉണ്ട്. ഇതിങ്ങനെ അങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് നല്ലോണം വേവുന്നവരെ ഒരു 10-20 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ നല്ല അടിപൊളിയായിട്ട് കുക്കായി വരും. അതിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും കേട്ടോ. വേണമെങ്കിൽ വെള്ളം കുറച്ച് എക്സ്ട്രാ ആഡ് ആക്കിയാൽ മതി, അല്ലാണ്ട് തന്നെ അതിൽ തന്നെ കുറേ വെള്ളം വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഗ്രേവിയെല്ലാം ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അങ്ങനെ നമുക്ക് കല്ലുമ്മക്കായ് പുഴുങ്ങിയത് ഉണ്ടേനു,
ഇപ്പോൾ സീസണൊന്നുമല്ല, നല്ല മഴയിലുള്ള സമയമാണ്, പക്ഷെ എന്നാലും കിട്ടും. പക്ഷെങ്കിൽ അധികം നല്ലതല്ലാത്ത മീറ്റെല്ലാം കുറവുള്ളത് കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ കറി വെച്ച് എടുത്തിട്ടുള്ളത് ഇത് ദോശൻ്റെ ഒക്കെ എല്ലാം ഭയങ്കര രസമായിരിക്കും. എനിക്ക് ഈ ഒറോട്ടിൻ്റെ ഒക്കെ കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ദോശൻ്റെ ഒക്കെ കഴിക്കുന്നതാണ്. പിന്നെ ഇക്കാക്ക് ഈ എന്തും കറിനോട് വലിയ താല്പര്യമില്ലേ, ഫ്രൈനോടാണ് എല്ലാത്തിനോടും താല്പര്യം. എല്ലാത്തിനും ഇക്കാക്ക് ഫ്രൈ ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇതെനിക്ക് കറി ഭയങ്കര ഉണ്ടാക്കണം തന്നെ ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇക്കാനോട് പറഞ്ഞ് ഓയിസ്റ്റർ ഫ്രൈ ആക്കി തരാമെന്ന്. ഓയിസ്റ്റർ ഇല്ലേ, നമ്മൾ വേറൊരു ദിവസം ഫ്രൈ ആക്കിയതേനെ. ഓയിസ്റ്റർ ഇങ്ങനെ വെറുതെ വെക്കുമ്പം അതിൽ തന്നെ അങ്ങനെ വെള്ളം ഇറങ്ങി വരും. അത് ഇങ്ങനെ സാധാരണ മസാല അവർ പറഞ്ഞ കുരുമുളക് നല്ലോണം ഇട്ടിട്ട് ഫ്രൈ ആക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ തന്നെ ഞാൻ ഫ്രൈ ആക്കി ലാസ്റ്റ് കുരുമുളക് നല്ലോണം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ കല്ലുമ്മക്കായിനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നിയത്. എന്താ പറയുക, നിങ്ങൾ എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ വാങ്ങിക്കോ, എവിടെന്നെങ്കിലും കാണുമെങ്കിൽ വാങ്ങിയിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി നോക്കിക്കോ, ഭയങ്കര ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ കല്ലുമ്മക്കായിനേക്കാളും ടേസ്റ്റ് തോന്നിയേനെ. അപ്പോൾ അത് ഞാൻ വേറൊരു ദിവസത്തെ ഷെയർ ആക്കിയതിന്. രാവിലെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഇക്ക സാധാരണ പോകുന്നതിൽ ഇപ്പം കുറച്ച് നേരത്തെ പോകും. അവളെ വീടിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അവിടെ പണിക്കാരെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് അല്ലെങ്കിൽ ഉറങ്ങി എണീക്കാനും കുറേ ലേറ്റാവും, പോകാനും കുറച്ച് ലേറ്റാവുമേനു. പക്ഷേങ്കിൽ ഇപ്പം കുറച്ച് നേരത്തെ പോകട്ടാ, ഫുഡെല്ലാം കഴിച്ച് വേഗം തന്നെ റെഡി ആയിട്ട് പോവും. ഇനിയിപ്പോൾ രാത്രി ഒരു 10 മണിയെല്ലാം ആകുമ്പോൾ വരൂ. ഇനിയില്ലേ, നിങ്ങൾ ഫോൺ ഒന്ന് തല തിരിച്ച് പിടിക്കണേ. നിങ്ങൾ ആരെങ്കിലും ഗൾഫിലോട്ട് പോകാൻ, പ്രത്യേകിച്ച് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഗൾഫിലോട്ട് പോകാൻ നിങ്ങളോ നിങ്ങളെ ബ്രദറോ ഹസ്ബൻഡോ ആരെങ്കിലും ഗൾഫിലോട്ട് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കണേ. ഈ ഇൻഫർമേഷൻ ഒന്ന് പാസ്സാക്കണേ. എന്താ പറയുക, ഓൺലൈനായിട്ട് സ്പോക്കൺ അറബി പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറബിക് കൺട്രീസിലോട്ട് പോകാൻ പ്ലാൻ ഉണ്ട്, പക്ഷെ അറബി അറിയില്ല. ഡോണ്ട് വറി, 4 മാസത്തെ കോഴ്സിൽ നിങ്ങൾ അറബി പഠിച്ചിരിക്കും. ഏത് സിറ്റുവേഷനിലും, ലൈക്ക് ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ ഓഫീസിൽ മീറ്റിങ്ങിൽ, അങ്ങനെ ഏത് സിറ്റുവേഷനിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അറബി, അതും പ്രാക്ടീസിലൂടെ കോൺവെർസേഷനിലൂടെ നിങ്ങളെ പഠിപ്പിക്കും. സ്പോക്കൺ അറബിക്കിന്റെ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള അറബിക് ഫീ ആണ് ഈ ബാച്ച് ക്ലാസ്സസ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. കിഡ്സിനും അഡൽസിനും സെപ്പറേറ്റ് ബാച്ച് ഉണ്ടാവും. 4 മന്ത് ആണ് കോഴ്സ് വാലിഡിറ്റി. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ പേജ് കൊളാബ് ചെയ്തിട്ടുണ്ട്, ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇവരുടെ റിവ്യൂസ് നോക്കിയാൽ അറിയാം, ബെസ്റ്റ് ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലേണിംഗ് അറബിക്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും എല്ലാമായിട്ട് പിന്നാക്കി വെക്കാം കേട്ടോ. ഫോൺ നമ്പറും ഡീറ്റെയിൽസെല്ലാം നിങ്ങളെന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഇതേപോലെ ഗൾഫിലോട്ട് പോകാൻ പ്ലാനുള്ളവർക്കെല്ലാം ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫോൺ നമ്പർ ഒന്ന് ഷെയർ ആക്കി കൊടുക്കണേ. ഇനിയിപ്പം നെക്സ്റ്റ് നമ്മളെ പണികളെല്ലാം സ്റ്റാർട്ട് ചെയ്യില്ല. ഉമ്മയാണ് എപ്പോഴും അലക്കാനിടൽ. കാര്യം ഞാൻ നാട്ടിൽ വന്നാൽ എൻ്റെ ഡ്രസ്സ് അലക്കലേ ഇല്ല. ഉമ്മ എന്നെ എപ്പോഴും അലക്കാനിടലും ഉണക്കലും എല്ലാം. അത് എനിക്കിങ്ങനെ ശീലമില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും, പക്ഷെങ്കിൽ ഉമ്മ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഞാൻ ചെയ്യലില്ല. പിന്നെ ഞാനിനിയിപ്പം വീടിൻ്റെ ഉള്ളിൽ അടിച്ചു വരാൻ വേണ്ടി പോകല. എന്നോട് ലാസ്റ്റ് വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു കമൻറ്റ് ഉണ്ട്, നിങ്ങളെ പഴയ വീടല്ലേ, ഇങ്ങനെ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന എല്ലാ ഭാഗവും നല്ല വൃത്തി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇല്ലേ, അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലീൻ ആക്കുന്ന സമയത്ത് ഡെയിലി നല്ലോണം ക്ലീൻ ആക്കും. അത് തന്നെയാണ് മെയിൻ കാരണം. അതെല്ലാം നമ്മൾ അടിച്ചു വരുമ്പോൾ എല്ലാം ഇല്ലേ, എല്ലാ ദിവസവും ഇതേപോലെ ഒരു തുണിയിലെടുത്തിട്ട് എല്ലാ കോർണേഴ്സും നല്ല വൃത്തിയിൽ തുടച്ച് ക്ലീൻ ആക്കുക. നമ്മൾ പുറമേ കാണുന്ന ഭാഗം മാത്രമല്ല, എല്ലാ വിൻഡോസും ഡോറും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ഡെയിലി ക്ലീൻ ആക്കിയാൽ തന്നെ എപ്പോഴും നല്ല വൃത്തിയിലുണ്ടാവും. എല്ലാം കൂടി ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ നിന്നാൽ നമുക്ക് അന്നത്തെ ദിവസം ഭയങ്കര മടിയായിരിക്കും, എന്നാൽ എല്ലാ ദിവസവും വൃത്തിയിലുണ്ടാവുകയും ചെയ്യില്ല. അപ്പോൾ ഇതേപോലെ ചെയ്യാം. നമ്മൾ അടിച്ചു വരുമ്പം തന്നെ, നമ്മൾ ഡെയിലി എന്തായാലും അടിച്ചു വരുമല്ലോ, ആ സമയത്ത് തന്നെ ഒരു തുണി നനച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ട് എല്ലാ ഭാഗത്തും ക്ലീൻ ആക്കുക. എന്നാൽ പിന്നെ ഭയങ്കര നമുക്ക് കഷ്ടപ്പാടും ഉണ്ടാവില്ല, എന്നാൽ എപ്പോഴും നല്ല വൃത്തിയിലുണ്ടാവുകയും ചെയ്യും. നമ്മൾ എത്താത്ത സ്ഥലത്തെല്ലാം, നമ്മളെപ്പോഴും വെറുതെ തുടക്കുന്ന സ്ഥലത്തല്ല, നമ്മളെ കണ്ണെത്താത്ത സ്ഥലത്തും എല്ലാം നോക്കി ക്ലീൻ ആക്കുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെ വീട് നല്ല വൃത്തിയിലുണ്ടാവും. നമ്മളിത് ഏകദേശം ഒരു 27 വർഷം പഴക്കമുള്ള വീടാണ്. നമ്മളങ്ങനെ ഭയങ്കര റിനോവേഷൻ ചെയ്തിട്ടൊന്നുമില്ല. എന്താ പറയുക, പുതുക്കി പണിയുക, കൂടുതൽ അങ്ങനെ മോഡിഫൈ ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ അത്രയും വർഷം പഴക്കമുണ്ടെന്ന് എല്ലാവരും കണ്ടാലും പറയലില്ല. എല്ലാവരും കണ്ടാലും ഇങ്ങനെ തന്നെ പറയലുണ്ട്, നല്ല വൃത്തിയുണ്ട്, അത്രയും പഴയതാണെന്നൊന്നും തോന്നില്ല എന്നെല്ലാം പറയലുണ്ട്. അപ്പോൾ അതിൻ്റെ സീക്രട്ട് ഇതെല്ലാം തന്നെയാണ്. നല്ലോണം എപ്പോഴും ക്ലീനിലാക്കിയിട്ട് നല്ല വൃത്തിയിൽ വെക്കും, അത്രയേ ഉള്ളൂ.
ഇപ്പം എങ്കിലും വിചാരിച്ചാൽ എല്ലാ വീടും അങ്ങനെ തന്നെ വെക്കാൻ പറ്റും. ഇപ്പം എത്ര പഴയതായാലും വലിയതായാലും ചെറുതായാലും എല്ലാം നമ്മൾ വിചാരിച്ചാൽ മതി, നല്ല നീറ്റിൽ വെക്കാൻ പറ്റും കേട്ടോ. എൻ്റെ വീട്ടിൽ കൂടുന്ന സമയത്ത് എനിക്ക് 2 വയസ്സേ ഉണ്ടായിട്ടുള്ളേ. അപ്പോൾ ചെറുതിലെല്ലാം ഉമ്മ എപ്പോഴും ഇങ്ങനെ ക്ലീനാക്കി നമ്മൾ കാണും. പിന്നെ ആശയിൽ നമ്മൾ വലുതായാലും അതുതന്നെ നമ്മളും ചെയ്യും. ഉമ്മ എപ്പോഴും എല്ലാവരുടെയും ക്ലീനാക്കൽ തന്നെയാണ് പണിയേനു. എന്താ പറയുക, ഒരു തുണി എടുത്തിട്ട് എല്ലാവരുടെയും തുടക്കുക, എല്ലാവരുടെയും തേച്ചൊഴുകി വൃത്തിയാക്കുക, അതെല്ലാം തന്നെ ഉമ്മ നമ്മൾ കണ്ട് ശീലിച്ച് വളരുമ്പോൾ അങ്ങനെ തന്നെ ആവുമല്ലോ. അങ്ങനെ തന്നെ നമ്മൾ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഇപ്പോൾ മഴയായതുകൊണ്ട് തുണിയാറിയിടലെല്ലാം കോമഡി തന്നെയാണ്. വലിയതെല്ലാം പുറത്തിടുക. പിന്നെ ഈ സോക്സ് എല്ലാം പുറത്തിട്ടാൽ പെട്ടെന്നങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടൂല. നമ്മൾ ഉണക്കിയിട്ട് തന്നെ ഇടൽ, എന്നാലും എപ്പോഴും ഒരു നനവാണ്. അതുകൊണ്ട് ഇതെല്ലാം ഉള്ളിലിട്ടാൽ പിന്നെയും കുറച്ചും കൂടി ഡ്രൈ ആവുന്ന പോലെ തോന്നലുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയും എല്ലാം ഇങ്ങനെ തന്നെ. മുകളിൽ നമ്മൾ മൊത്തം തുണി തന്നെയാണ്. പിന്നെ താഴോട്ട് അങ്ങനെ ഇടൂല, ആരെങ്കിലും വരുമ്പോൾ എല്ലാം കാണൂലേ. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ ചോറാക്കൽ. ഉമ്മ അതിൻ്റെ ഇടയ്ക്ക് അരിക്ക് വെള്ളമെല്ലാം വെച്ച് ചോറാക്കി കഴിഞ്ഞിനെ നമുക്ക് പുറത്തൊരടുപ്പുണ്ട്, വിറകടുപ്പ് നമുക്ക് പുറത്തുണ്ട് മുറ്റത്ത്. പക്ഷേങ്കിൽ ആടെ ഇപ്പം മഴയൊന്നും ആയാൽ അങ്ങനെ നമ്മൾ വെക്കലില്ല. ആടെയുള്ളൊരു എന്താ പറയുക, ഒരു വൃത്തിയില്ലാത്ത പോലെ ആവില്ല. മഴവെള്ളം എല്ലാം മേലെ റൂഫെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് മഴയത്ത് അങ്ങനെ പുറത്ത് വെക്കാൻ ഉമ്മാക്കൊരു എന്തോ പോലെയാണ്. അതുകൊണ്ട് അങ്ങനെ വെക്കലില്ല. എല്ലാം ഉള്ളം തന്നെ ആക്കൽ, വിറകടുപ്പ് യൂസാക്കൽ കുറവാണ്. പിന്നെ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഉപ്പ ഫുഡ് കഴിക്കാൻ ഉണ്ടാവില്ല. അങ്ങനെ ഉപ്പ ഇല്ലാത്ത ദിവസം നമ്മൾ ഒന്നുകിൽ രാവിലത്തെ ഫുഡെല്ലാം ബാക്കിയുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ആക്കും. പിന്നെ ഇന്ന് ചോറാക്കുന്നുണ്ട്. ഉമ്മ പറഞ്ഞ് എൻ്റെ കുട്ടികൾക്കെല്ലാം ചോറ് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചോറും പിന്നെ ഉണക്കത്തെരണ്ടിയില്ലേ, തെരണ്ടിയും പിന്നെ ഒരു വറവും അതേ ആക്കുന്നുള്ളൂ. നമ്മൾ കറിയൊന്നും സ്പെഷ്യലായിട്ട് കറി അങ്ങനെയൊന്നും ആക്കുന്നില്ല. പിന്നെ മീനില്ലേനു കേട്ടോ ഇടാം, അതുകൊണ്ട് നമ്മൾ മീനില്ലാത്തതുകൊണ്ട് ഉണക്ക മീൻ ഉണ്ടാക്കും. അങ്ങനെ പിന്നെ കുറച്ചധികം മുന്തിരി ഉണ്ടേനെ. ഇതിക്ക് അധികം ഇങ്ങനത്തെ നാട്ടിൽ വന്നാൽ, നാട്ടിൽ ഈ മുന്തിരിയില്ലേ ഇത് വാങ്ങിയിട്ട് കൊണ്ടുവരും. ഇത് പുഴുങ്ങിയിട്ടുള്ള ജ്യൂസ് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ചധികം വാങ്ങിക്കൊണ്ടുവരുവേ. ഒരു 3-4 കിലോ എല്ലാം വാങ്ങലുണ്ട്. ഇതിപ്പം കുറച്ച് മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ചെടുത്തിട്ട് യൂസാക്കി. അത് ഞാൻ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടതാണ്. പിന്നെ ഇല്ലേ ഉമ്മയില്ലേ ഒരു വഴുതന വാട്ടി ഉണ്ടാക്കുവേ. ഇത് ഭയങ്കര ടേസ്റ്റാട്ടാ. ഞാനെല്ലാം പണ്ട് ഈ വഴുതന ഇങ്ങനെ വെറുതെ എന്താ പറയുക, ഒരു വിലയില്ലാണ്ട് കണ്ടിണേനു. നമുക്ക് അത്ര വലിയ ടേസ്റ്റ് ഇല്ലയെന്ന് തോന്നുന്നൊരു വെജിറ്റബിൾ അല്ലേ. പക്ഷെങ്കിൽ ഇതിൻ്റെ അത്രയും ടേസ്റ്റ് വേറെ ഒന്നിനുമില്ല. ഭയങ്കര ടേസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നറിയാം. കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. ഇതിൽ കടുക് വേണ്ട, മഞ്ഞൾ പൊടി വേണ്ട, ഒന്നും വേണ്ട. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ വഴുതനങ്ങയും പിന്നെ കുറച്ച് ഉള്ളിയും എരിവിന് വേണ്ടുന്ന പച്ചമുളകും ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് അടച്ച് വെക്കുക. അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ മെഴുക്ക് വരട്ടി എന്നെല്ലാം പറയില്ലേ, പക്ഷേ അതിൽ ക്രഷ്ഡ് ചില്ലിയെല്ലാം ഇടൂലേ. ഇതിൽ അങ്ങനെയൊന്നും ഇല്ല, ഒന്നും വേണ്ട. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഭയങ്കര രസമാണ്. വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിൻ്റെയും ടേസ്റ്റ് ഉണ്ടാവും, പച്ചമുളകിൻ്റെ എരിവുണ്ടാവും. അങ്ങനെയെല്ലാം ചോറിന് ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ്. ഇതിങ്ങനെ ഇളക്കിയിട്ട് കുറച്ച് സമയം ഇത് വാടുന്നവരാടെ അടച്ച് വെക്കുക. പിന്നെ ഇതില്ലേ, ഇത് വേറൊരു റെസിപ്പിയാണ്. നമ്മളിപ്പോൾ പ്രസവിച്ചാലെല്ലാം എനിക്ക് പ്രസവിച്ച സമയത്തിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് വെളിച്ചെണ്ണയിൽ ഉണക്കത്തെരണ്ടിയില്ലേ അതിട്ടിട്ട് ഒന്ന് പൊരിക്കുക. എന്നിട്ട് കുറച്ചധികം വെളുത്തുള്ളി ഇടുക. എന്നിട്ട് വെളുത്തുള്ളിയും ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് മാത്രം മതിയേ. എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇടുക. പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി. ഉപ്പിലിടണ്ട, ഉണക്കമീനായതുകൊണ്ട് ഉപ്പയിൽ തന്നെ നല്ലോണം ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കിയിട്ട് ഇതൊന്ന് വറ്റി കുറുകി വരും. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കുക. പിന്നെ ഇതാ വഴുതനങ്ങ റെഡി ആയിന. ഇങ്ങനെ കുറച്ചൊരു 5-6 മിനിറ്റ് അത് വാടുന്നവരെ ഒന്ന് കുക്കായിട്ട് വാടുമല്ലോ. പിന്നെ വല്ലാണ്ട് വെന്തുടഞ്ഞു പോവറേ. എന്നിട്ട് ഇതാ ഫ്ലെയിം ഓഫ് ആക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഇങ്ങനെ കുറച്ച് സമയം തിളച്ച് വറ്റി വരുമ്പോൾ ഇതാ ഇങ്ങനെ ആവും. മേലെ ഓയിലെല്ലാം വെളിച്ചെണ്ണയെല്ലാം തെളിഞ്ഞ് വരും. ഇത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പില്ലാത്ത ദിവസം നമ്മളിങ്ങനെ ഈ മീൻ കറിയും അതും ഇതൊന്നും ആക്കൂല, ഇങ്ങനത്തെ എന്തെങ്കിലും ആക്കി ഒപ്പിക്കും. പിന്നെ മിക്കവാറും ചോറന്നെ ആക്കലില്ല. രാവിലത്തെ ഫുഡ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതെടുത്തിട്ട് അഡ്ജസ്റ്റ് ആക്കല. അങ്ങനെ ചോറും കറിയെല്ലാം റെഡിയായി. പിന്നെ ഇതാ ലാസ്റ്റ് ഈ മുന്തിരിയും കൂടി കഴുകി പുഴുങ്ങാൻ വെച്ചാൽ ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞ്. അങ്ങനെ വേഗം പണിയെല്ലാം കഴിയും. നമ്മൾ എന്താ പറയുക, വേഗം ഇങ്ങനെ പണിയെല്ലാം തീർത്ത് അനങ്ങാണ്ടിരിക്കും. അങ്ങനെയാണ്. ഇതിലില്ലേ മുന്തിരി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. കുറേ വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ടിട്ട് അവിടെ പുഴുങ്ങാൻ വെച്ചാൽ മതി. നല്ലോണം പുഴുങ്ങി നല്ലോണം വെന്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ട് നല്ലോണം ചൂടാറിയാൽ അരിച്ച് മാറ്റി വെക്കലാണ്.
അത് രാത്രി എങ്ങാനും അരിക്കുകയും ചെയ്യൂ. അങ്ങനെ നമ്മളെ കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞ് കിച്ചണിൻ്റെ തട്ട് ക്ലീനാക്കലും അതെല്ലാം ഉമ്മ ചെയ്തിനേനേ. അങ്ങനെ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ കുളിച്ച് ഫ്രഷ് ആവണം. നമുക്കൊന്ന് മട്ടന്നൂർ പോകാനുണ്ട്. ഇത്താത്താൻ്റെ ഡ്രസ്സൊന്ന് ചേഞ്ച് ആക്കാനും അങ്ങനെ പിച്ചുവിന് ഒരു ചെരുപ്പ് വാങ്ങാൻ അങ്ങനെയെല്ലാം പോകാനുണ്ട്. എന്താ പറയുക, വേഗം പോയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞാൽ നല്ല മഴയെല്ലാം വരുമ്പോൾ ഉമ്മാക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ മഴയെല്ലാം വരുന്നതിന് മുന്നേ പോയി വരണേന്ന് പറഞ്ഞിന്. ആദ്യമില്ലേ നമ്മൾ ചാവശ്ശേരിയിൽ എൻ്റെ സ്കൂളിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഫാൻസി പിന്നെ ഫുഡ്വെയർ ഷോപ്പിലാണ് വന്നത്. എൻ്റെ സ്കൂളിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ 8ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൻ്റെ ഇവിടെ നമ്മൾ എപ്പോഴും വരുവേനു, എല്ലാ ഇൻ്റർവെല്ലിനും വരുവേനു. പക്ഷേ ഇതെല്ലാം ഷോപ്പ് ഇതവർ പുതുക്കിയതാണ്. പക്ഷെങ്കിൽ എനിക്ക് അത്ഭുതം എന്താണെന്നറിയാം, ഞാനിവിടെ വന്നേരം ഇവിടുത്തെ ഏട്ടനില്ലേ എന്നെ കണ്ടരം മനസ്സിലായി. എങ്ങനെയാണെന്നൊന്നും അറിയില്ല, എനിക്കാദ്യം വിശ്വാസമായിട്ടില്ലേനു. ഞാൻ ഇതുവരെ സ്കൂളിൽ കഴിഞ്ഞിട്ട് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. പക്ഷെങ്കിൽ എന്നെ മനസ്സിലായിട്ടാ. ഊരമുക്ക് നിങ്ങൾക്ക് അറിയാം? ടീമെല്ലുണ്ട്, ടീമെല്ലാം എപ്പെങ്കിലും കാണും. നിങ്ങൾക്ക് എന്നെ ഓർമ്മ ഉണ്ടായിട്ടുണ്ട് ചോദിച്ചാ? അതെയാ? അല്ല ഇത് കേട്ടാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിനെ. എൻ്റെ വീട് കൂരമുക്കല്ലേ, എൻ്റെ ടീമെല്ലാം എടുത്തു എന്നെല്ലാം ചോദിച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ച് വെറുതെ എങ്ങനെയെങ്കിലും വീഡിയോ കണ്ടിട്ട് അങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ചെറിയ ചെറിയ സംഭവങ്ങളും നമുക്ക് ഒരു ദിവസം മൊത്തം സന്തോഷം തരുമല്ലേ. അങ്ങനെ എനിക്ക് ഇവിടെ വന്നേരെ ഭയങ്കര നൊസ്റ്റ് വേണേ. പക്ഷെ ഓറും കൂടി അങ്ങനെ ചോദിച്ചാലും ഭയങ്കര സന്തോഷമായി. കാര്യം നമ്മളെ പഴയ സ്കൂൾ ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും എന്താ പറയുക, ഒരു ഭയങ്കര പ്രഷ്യസ് എല്ലാം തന്നെയല്ലേ. അപ്പോൾ നമ്മൾ പണ്ടില്ലേ ഇങ്ങനെ വെറുതെ ഗ്യാങ്ങായിട്ട് വരുവേ, എന്നിട്ട് ചെറിയ ചെറിയ ക്ലിപ്പ് നോക്കും, അങ്ങനെ ഇങ്ങനെയെല്ലാം വെറുതെ നോക്കിയിട്ടെല്ലാം അങ്ങ് പോവും. ചിലപ്പോൾ വാങ്ങും ചിലപ്പോൾ വാങ്ങൂല. അങ്ങനെ എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു പണ്ടത്തെ സമയത്തെല്ലാം. എന്താന്ന് പറഞ്ഞാൽ ഹൈസ്കൂളിലെത്തുമ്പോൾ അല്ലേ നമുക്കൊരു ഫ്രീഡം പോലെ കിട്ടുക. ഇൻ്റർവെൽ ടൈമിലെല്ലാം പുറത്ത് പോവുക, അല്ലെങ്കിൽ ബസ്സിൽ സാധാരണ ലൈൻ ബസ്സിൽ പോവുക. അത്രയും വരെ ഞാൻ 7ാം ക്ലാസ് വരെ സ്കൂൾ ബസ്സിൽ കയറി സ്കൂൾ ബസ്സിന് തിരിച്ചു പോയി വീട്ടിൽ പോയിട്ട് ഇറങ്ങും. അങ്ങനെയായിരുന്നു. 8ാം ക്ലാസ്സിലോട്ട് എത്തിയതെല്ലാം ആ ഒരു ടൈമിലാണ് നോർമൽ ബസ്സിൽ പോവുക എന്നുള്ള അങ്ങനെ ഒരു ഫ്രീഡം പോലെ കിട്ടിയത്. ആ സമയത്തെല്ലാം ഇത് ഭയങ്കര എൻജോയ് ചെയ്യാനോ ഇങ്ങനെ ഓരോരോ ഷോപ്പിൽ പോകുന്നതെല്ലാം. അങ്ങനെ നമ്മൾ പിച്ചുവിന് ചെരുപ്പെല്ലാം വാങ്ങി. പിച്ചുവിന് മഴക്കാലമായതുകൊണ്ട് ചെരുപ്പ് വേണേനു. അങ്ങനെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. എന്നിട്ടിപ്പോൾ നമ്മൾ തിരിച്ചു പോകലല്ല, ഇത്താത്താൻ്റെ ഒരു ഡ്രസ്സ് ചേഞ്ച് ആക്കാനുണ്ടേനു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ മട്ടന്നൂർ പോയിട്ട് മട്ടന്നൂർ ടൗൺ എത്തുന്നതിന് മുന്നുള്ളൊരു ഷോപ്പാണ് ഇത്. ഇവിടെ നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ടേനു കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഞാൻ ഈ ഷോപ്പിൽ ആദ്യമായിട്ടാണ് വന്നത്. അങ്ങനെ ഓളെ ഡ്രസ്സ് ആദ്യം വാങ്ങിയത് ചേഞ്ച് ആക്കിയിട്ട് വേറെ വാങ്ങാനാണ്. ഓൾക്ക് പിന്നെ ഫുൾ ഡ്രസ്സാണ് വേണ്ടത്, മാക്സി ഡ്രസ്സാണ് വേണ്ടത്. ഓൾ ടോപ്പ് അങ്ങനത്തെ ഒന്നും യൂസ് ആക്കൽ കുറവാണ്. പിന്നെ ഡ്രസ്സെല്ലാം എടുക്കുമ്പോൾ ഇല്ലേ ഇങ്ങനത്തെ എല്ലാം ഒരു സെലക്ഷനെല്ലാം വേണം. എന്താണെന്ന് പറഞ്ഞാൽ ഓൾ പറയും ഓക്കൊന്നും ചേരൂല എന്നോൾ തന്നെ പറയും. എന്നിട്ട് കുറേ നോക്കിയിട്ടെല്ലാം എടുക്കുക. എന്താ പറയുക, ചിലർക്ക് അങ്ങനെ ഉണ്ടാവില്ലേ സെലക്ഷൻ ആവാൻ കുറേ സമയം എടുക്കാൻ, അങ്ങനെയാണെന്നോള്. പക്ഷേ ഇവിടെ നല്ല നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ടേനെ. ഞാൻ വെറുതെ നോക്കില്ല, എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. പിന്നെ ഓൾക്ക് ഓരോ ഡ്രസ്സെല്ലാം എടുത്ത് ഓൾ ഡ്രസ്സ് ചേഞ്ച് ആക്കുന്ന ട്രയൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എടുത്ത് എല്ലാം നോക്കിനെ. നല്ല നല്ല ടോപ്സ് എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ടോപ്പെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനിപ്പോൾ നല്ലോണം വണ്ണം വെക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കിതൊന്നും സെറ്റാവുകയും ചെയ്യില്ല. എനിക്കാണെങ്കിൽ പിന്നെ ഭയങ്കര എന്താ പറയുക വൾഗറായി തോന്നുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒന്നും ഞാൻ ഇടില്ല. ഇടുമ്പം തന്നെ ഭയങ്കര ലൂസ് ഫിറ്റ് മാത്രമേ ഇടലുള്ളൂ. ഞാൻ നാട്ടിൽ വന്നിട്ടില്ലേ ഇപ്പം നല്ലോണം തടിക്കാൻ തുടങ്ങിയേ. ഇനിയും ഇപ്പം എൻ്റെ വീഡിയോയിൽ കമൻറ്റ് വരും ഇത് പ്രഗ്നൻ്റ് ആണെന്ന്. ഞാൻ തടിക്കുമ്പോൾ ഇല്ലേ എനിക്ക് വയറെല്ലാം വരും. അന്നേരം കമൻറ്റിൽ ചോദിക്കും നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന്. അല്ല പിന്നെ എന്താ പറയുക, തടിക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നമെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ഇപ്പം നാട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കാണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇതില്ലേ ഈ ഡ്രസ്സിൻ്റെ വേറെ കളറാണ്. എന്നിട്ട് ഇത്താത്ത എടുത്ത ഈ ഒരു കളറ് നല്ല രസമുള്ള മാക്സി ഡ്രസ്സേനു. എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഞാൻ എടുക്കാൻ പറഞ്ഞിട്ട് എടുത്ത് തന്നെയാണ്. ഓള് വേറെ ഒന്നേനും നോക്കിയാൽ ഞാൻ പറഞ്ഞത് നല്ല രസം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ എന്താ പറയുക, ഓൾക്ക് കളറ് സെറ്റാവുക അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര കൺഫ്യൂഷനാണ് ഡ്രസ്സ് എടുക്കുമ്പോൾ. അങ്ങനെ നമ്മൾ ഡ്രസ്സ് വാങ്ങി. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഒരു 1.5 മണിക്കൂറിൽ നമ്മളെ പരിപാടി തീർന്നേ. പിച്ചുവിൻ്റെ ചെരുപ്പ് വാങ്ങലും ഡ്രസ്സ് വാങ്ങലും എല്ലാം.
ഞാനില്ലേ മട്ടന്നൂർ ടൗണിലൊന്നും പോകാൻ നിന്നിട്ടില്ല. കാര്യമില്ല, എനിക്ക് ടൗണിലെ ഷോപ്പിലെല്ലാം പോകണമെങ്കിൽ പാർക്കിംഗ് ഇല്ലാത്ത ഏരിയയിൽ പോകാൻ എനിക്ക് പേടിയാണ്. പാർക്കിംഗ് ഉള്ള ഷോപ്പിലാണെങ്കിൽ ഓക്കെ, എനിക്ക് പാർക്കിംഗ് അങ്ങനെ സെറ്റായിട്ടില്ല. ഡ്രൈവ് ചെയ്യാൻ പേടിയൊന്നുമില്ല, അതെല്ലാം ഭയങ്കര സെറ്റായിന്. പക്ഷേ പാർക്കിംഗ് ഇല്ലാത്ത സ്ഥലത്ത് കുഴപ്പമാണ്. അങ്ങനെ തിരിച്ച് വന്ന് നോക്കുമ്പോൾ ഉപ്പ ചായ ആക്കി വെച്ചിട്ടുണ്ടേനു. എന്താ പറയുക, എപ്പെങ്കിലും കൊല്ലത്തിലൊരിക്കൽ ഞാൻ ആക്കൂ എല്ലാവർക്കും വേണ്ടിയിട്ട് അങ്ങനെ. പക്ഷെ ഞാൻ ചോറ് തിന്നിട്ടില്ല, അതുകൊണ്ട് ഞാനില്ലേ ചോറ് തിന്നല. എനിക്ക് എന്താ അറിയില്ല, ഫുഡും കുറച്ച് ലേറ്റായിട്ടേനു കഴിച്ചേ, അതുകൊണ്ട് പിന്നെ വിശന്നിട്ടില്ലേനു. നാട്ടിൽ വന്നാലില്ലേ കുറച്ച് തിന്നാന്ന് വിചാരിച്ചാൽ നടക്കൂലേ. ഏതെങ്കിലും ഒരു സമയത്ത് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് കുമ്മ. അതുകൊണ്ട് നാട്ടിൽ വന്ന് ഞാനങ്ങനെ തടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാണ്ടൊന്നും നിൽക്കലില്ല. ഞാനാണെങ്കിൽ നല്ലോണം ഫുഡ് കഴിച്ചാൽ നല്ലോണം തടിക്കും. കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് തടിക്കാണ്ട് നിൽക്കുന്നത്. എല്ലെങ്കിലും ഇപ്പോൾ ഉണ്ടയായിട്ട് വരുന്നുണ്ട്. പിന്നെ പപ്പടം കൂടി ഉണ്ടേനെ. ഇത് മൂന്നും അടിപൊളി. നിങ്ങൾ എപ്പം ഒന്ന് ട്രൈ ആക്കി നോക്കണേ. റെസിപ്പി ഞാൻ പറഞ്ഞാന്നില്ലേ, ഒരു പാടില്ലല്ലോ. പക്ഷെ ചൂടോടെ കഴിച്ചാലും ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഒരു മാങ്ങ ഉപ്പിലിട്ടെങ്ങാനുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാവും. പക്ഷേ മാങ്ങ ഉപ്പിലിട്ട് ഉണ്ടേനും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തട്ടയിലിട്ടിട്ടിരുന്നതാണ്. ഞാൻ പുറക്കുന്ന അങ്ങനെ തട്ടയിടലേ ഇല്ല, നമ്മളല്ലേ ഉള്ളൂ. പിന്നെ ആരെങ്കിലും വന്നാലാന്ന് തട്ടത്തിന് വേണ്ടി ചോടൽ. പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തട്ടെല്ലാം ഇട്ടിട്ട് ഭയങ്കര ഡീസൻ്റായിട്ട് ചോറെല്ലാം തിന്നും. അപ്പോൾ ഇങ്ങനെയെല്ലാമാണ്. ഇതിപ്പോൾ വൈകുന്നേരമായേ. അപ്പോൾ ഇത്രയും വരെയുള്ള വിശേഷങ്ങൾ ഇങ്ങനെയെല്ലാം തന്നെ. ഇനിയിപ്പോൾ അങ്ങോട്ട് കാര്യമായിട്ട് വിശേഷമൊന്നും ഉണ്ടാവില്ല. കുറച്ച് സമയം പക്ഷെങ്കിൽ ഇവർ റാബിറ്റിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറക്കും. ഇപ്പം നമുക്ക് റാബിറ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ മഴയിലാണെങ്കിൽ മുറ്റത്തിറങ്ങാനൊന്നും പറ്റാണ്ട് അങ്ങനെ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇപ്പോൾ റാബിറ്റിനെ മേടിച്ച മുതൽ എല്ലാ ദിവസവും റാബിറ്റിനെ പുറത്തിറക്കി കളിപ്പിക്കുകയെല്ലാം ചെയ്യും. ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറെ ഇത്രയെല്ലാം തന്നെ ഉള്ളൂ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ എൻ്റെ വീടിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ആക്കാം. കുറച്ചാളെല്ലാം ചോദിക്കുന്നുണ്ടേനു. ഇതിൽ മണ്ണുണ്ട്. മണ്ണുള്ളവർക്കല്ലേ ഇനി മണ്ണില്ലാത്ത മേലുള്ളവർക്ക്. ആ താഴെയുള്ള വേണ്ട, കുറച്ച് മേലോട്ടെന്നവർക്ക്. ആ സ്റ്റമ്മ അവർ തിന്നൂല. മഴ അതും കൂടി പറിച്ചു. പോരാ, കുക്കുംബർ ഞാൻ ഈ റാബിറ്റിനെ വാങ്ങിയിട്ട് പിന്നെ ഇന്നുൻ്റെ ബർത്ത്ഡേൻ്റെ അന്നത്തെ വ്ളോഗിൽ കാണിച്ചിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഞാനിങ്ങനെ ഇങ്ങനെ കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഇതിന് പേരെല്ലാം ഇട്ടിട്ടാ. ഒന്നിൻ്റെ പേര് ഹണി, ഒന്നിൻ്റെ പേര് കുക്കി. ഹണി ആലുവിൻ്റെയും കുക്കി ഇന്നുൻ്റെയാണ്. പേരും അവർ തന്നെയാണ് ഇട്ടേ. ഇതിനെ വാങ്ങിയിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലോണം വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ചെറിയ സ്മെല്ല് വരും. അതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ വൃത്തിയാക്കിയിട്ട് നോക്കണം. ഇതിന് ഒരേ അപ്പിടൽ തന്നെയാണ് പണി, വേറൊരു പണിയുമില്ല. ഫുഡ് കഴിക്കുക, അപ്പിടുക, അതുതന്നെ പണിയുള്ളൂ. പക്ഷേങ്കിൽ നല്ലോണം ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര സ്മെല്ലടിക്കും. നമ്മൾ മുന്നിൽ വെക്കലില്ല കേട്ടോ, നമ്മൾ ബാക്കിലാണ് വെക്കൽ. മുന്നിൽ വെച്ചാൽ വീടിൻ്റെ മുന്നിൽ ആരെങ്കിലും വരുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് വരും. എപ്പെങ്കിൽ ഇവർക്ക് ഇങ്ങനെ കളിപ്പിക്കണമെന്ന് തോന്നുമ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ എല്ലാം ഇവർക്ക് നോക്കണം, ഇങ്ങനെ പുറത്തേക്ക് വിടണം എന്നെല്ലാം തോന്നുമ്പോൾ മാത്രമേ മുന്നിലേക്ക് കൊണ്ടുവരലുള്ളൂ. പിന്നെ ഇവർ കളിപ്പിക്കുന്ന സമയത്ത് മടിയിലിരുത്തി അതിൻ്റെ രോമെല്ലാം അതെല്ലാം പ്രശ്നം തന്നെയാണ്. ആലുവിന്റെ റാബിറ്റിന്റെ പേരെന്നാ? പേരിട്ടല്ലേ? മതിയായിരിക്കും, വയറ് നിറഞ്ഞു. ഇഷ്ടപ്പെട്ടാ?
ഉമ്മനെ ഇഷ്ടായിരിക്കും. പിന്നെ ഇല്ലേ നമ്മളിങ്ങനെ വാങ്ങിയിട്ടൊരു മാസാവാനായ നമുക്കൊരു ഇഷ്ടം വരും. നമുക്ക് പെറ്റാക്കാൻ പറ്റിയ സാധനം റാബിറ്റ്. ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല, മാന്തൂല, കടിക്കൂല. ഇത് ചെറുതായോണ്ടാന്ന് തോന്നുന്നത്, ഇനി 2 മാസമായ. പിന്നെ ഭയങ്കര പാവം ഒരു ആനിമലുമാണ്. ഞാനിപ്പോൾ റിബണ് കെട്ടിക്കൊടുക്കാൻ നോക്കില്ലേ, പക്ഷെ നടന്നിട്ടില്ല. അതിന് കെട്ടിക്കൊടുക്കുമ്പോൾ ഞാൻ വീഡിയോ ഷെയർ ആക്കാം കേട്ടോ. ഹണി എന്ന് വിളിച്ചേ, ഇത് ഹണി തന്നെയാ? മുഖം നോക്കിയ മനസ്സിലാവും. കുക്കിയാ എങ്ങനെയാ മുഖം നോക്കിയ മനസ്സിലാവും? തെറ്റാ? മാന്തിയ സൂചി വെക്കണ്ട വരുവേ. പക്ഷെ അമ്മയില്ലേ ഇനി നമ്മളെ ഓവാക്കി എന്നിട്ട് ഓവാക്കിയ നമ്മളില്ലേ ഇനി അമ്മക്ക് ആ പൂച്ചനെ വേണ്ട. വൈ പക്ഷെ ബ്രൗൺ പൂച്ച ഉണ്ട്, അത് തൊടാൻ പെടും. അത് തൊടാൻ പെടും. ആ വീട്ടിന്റെ ഉള്ളിലാണ്. വീട്ടിന്റെ ഉള്ളിലാ? വീട്ടിന്റെ ഉള്ളിൽ കയറ്റി ഉമ്മാമ കൊല്ലു. തിന്നോട്ടണേ, വിശക്കണേ. വേണ്ട, അങ്ങനെ തിന്നോട്ട്, ഡിസ്റ്റർബ് ചെയ്യണ്ട. ആ പാവം പൂച്ചക്കൊന്നും ഫുഡ് കൊടുക്കുന്നില്ല. കൊടുത്തനാ? പിന്നെ ഇന്ന് രാത്രിക്കത്തെ ഫുഡ് പൂരിയും, അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. നോർമൽ പൂരിയും ബീഫ് വരട്ടിയതും അല്ലേനെ. പിന്നെ കുറച്ച് ലേറ്റ് ആകുമ്പോൾ പിന്നെ നമ്മൾ നിസ്കരിക്കൽ അങ്ങനെ പോവും. രാത്രി പിന്നെ വലിയ വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇക്ക വരും ഒരു 10 മണിയെല്ലാം കഴിയുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇനിയും ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ വ്ളോഗ്സും റെസിപ്പീസ് എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ. ഇതാണ്